കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസിൻ്റെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ ടെൻസായിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് പഠിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡും പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപവുമാണ് വരിക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്കറിയാം ഈ ഹാഡിന് പകരം ഹാവ് ഓർ ഹാസ് ആയിട്ട്, ഹാവ് ഹാസും പ്രസന്റ് ടെൻസാണ്, ഹാഡ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് ഹാഡ് പ്ലസ് V3 എന്ന സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, I had written a poem. I had written a poem. Had written. Had plus V3. റൈറ്റിന്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. She had invited me. This also past perfect tense. They had collected the books. ഇങ്ങനെ ഹാഡ് പ്ലസ് V3 വന്നാൽ ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നിരിക്കുന്നു. ഇവിടെ ഹാഡ് പിന്നെ മൂന്നാമത്തെ രൂപം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് മാത്രം വന്നു, വെർബ് വരുന്നില്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡ് മാത്രം വരികയാണെങ്കിൽ ഇവിടെ ഹാഡും അതിനുശേഷം വെർബിന്റെ തേർഡ് ഫോമും വരുന്നുണ്ടോ എന്ന് നല്ലപോലെ നോക്കണം. ഇങ്ങനെ ഹാഡും തേർഡ് ഫോമും വരുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. ഇതിനെ പാസ്റ്റ് ഓഫ് പാസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പാസ്റ്റിൻ്റെയും പാസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് ഓഫ് പാസ്റ്റ്. ഇപ്പോൾ റോട്ട് എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ്. അതുപോലെ ഇൻവൈറ്റഡിന്റെ പാസ്റ്റാണ് ഹാഡ് ഇൻവൈറ്റഡ്. കളക്റ്റഡിന്റെ പാസ്റ്റാണ് ഹാഡ് കളക്റ്റഡ്. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഈ ടെൻസിലുണ്ട്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് continuous tense. Past perfect continuous. Past perfect continuous had plus be plus ing form of the verb. Verbന്റെ ing form വരുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പ്രയോഗം എന്ന് പറയുന്നത് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ പാസ്റ്റ് പാസ്റ്റിൽ തുടങ്ങിയിട്ട് went on for a period, went on for a period, but not now. പക്ഷെ ഇപ്പോഴില്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയായിരുന്നു? ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഞാൻ 2015 മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2015 മുതൽ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്വഭാവം അതല്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ
അവൾ വിവാഹിതയാകുന്നത് വരെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവൾ വിവാഹിതയാകുന്നത് വരെ 2015 മുതൽ അല്ലെങ്കിൽ 2005 മുതൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വർഷം മുതൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ് മുതൽ വിവാഹിതയാകുന്നത് വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു. She had been working here since 2005 until she got married. ഇങ്ങനെ പറയുന്നതിനെയാണ് ഒരു വെർബ് തുടങ്ങി കുറച്ചു കാലം തുടർന്നു, പക്ഷെ ഇപ്പോഴത് തുടരുന്നില്ല, ഇപ്പോഴില്ല എന്ന് കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: മിസ്റ്റർ റോഡ് had been learning in this institution since 2012 until he got a job. Mr. Roy had been learning in this institution since 2012 until she got a job. മിസ്റ്റർ റോയ് 2012 മുതൽ അയാൾക്ക് ജോലി കിട്ടുന്നത് വരെ അങ്ങനെ ഇവിടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒരു വെർബിന്റെ പാസ്റ്റ് രൂപങ്ങൾ നമ്മൾ പഠിച്ചു. പാസ്റ്റ് ടെൻസുകൾ: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്കതൊന്നുകൂടി നോക്കാം. He robbed a bank. He was writing a book. He had written a book. He had been writing a book. He wrote a poem എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. He was writing a poem past continuous ആണ്. He had written a poem past perfect ആണ്. Had been writing a poem past perfect continuous ആണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസ് നമുക്കറിയാം. ഫ്യൂച്ചർ ടെൻസ് 4 എണ്ണം ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ will or shall. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ 2 ഓക്സിലറി വെർബുകളാണുള്ളത്. will or shall. will or shall പ്ലസ് V1. will or shall കഴിഞ്ഞാൽ V1 ആണ് ഉപയോഗിക്കേണ്ടത്. വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്.
ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ ഇതിന് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിന്റെ അഡ്വേർബ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ടുമോറോ, നെക്സ്റ്റ്, ഫ്യൂച്ചർ ഡേറ്റ്, ഫ്യൂച്ചർ ടൈം, ഫ്യൂച്ചർ ഇയർ. ഇതെല്ലാം സിമ്പിൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, Mrs. Ramya will come tomorrow. Mrs. Ramya will come tomorrow. Simple feature. The boy will play cricket next evening. The boys will play cricket next evening. Balu will go abroad on 22nd May 2002. ഇങ്ങനെ will or shall വന്നിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം വരുന്ന ഈ സ്ട്രക്ചറിനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇതിന്റെ ഫോം എന്ന് പറയുന്നത് will be or shall be plus continuous form ആകുമ്പോൾ ing form. This is the form of future continuous. They will be waiting for you. They will be waiting for you. I shall be painting the picture. He will be writing the notes. ഇങ്ങനെ will be waiting, shall be painting, will be writing. ഇങ്ങനെ വരുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. നെക്സ്റ്റ് we are going to learn future perfect tense. Future perfect tense എന്ന് പറയുമ്പോൾ will have or shall have plus V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം will have or shall have plus V3. ഇങ്ങനെ V3 വരുമ്പോഴാണ് പെർഫെക്റ്റ് ഫോം ആകുന്നത്. Example,
she will have collected the papers by next month. Will have collected next day. Will have completed the work by tomorrow. ഇങ്ങനെ വരുന്ന ടെൻസുകളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകൾ. നമുക്കറിയാം വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ് പ്ലസ് കളക്റ്റഡ് ഓർ കംപ്ലീറ്റഡ് V3 വരുന്ന ഫോമിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്തത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ SSLCന്റെ സിലബസിൽ ഇല്ല, പഠിക്കേണ്ടതല്ല. അത് നമ്മുടെ ടെൻസ് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ സാധാരണ ചോദിച്ച് കാണാറില്ല. എന്നാലും നമ്മളതിൻ്റെ സ്ട്രക്ചർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഇത്രയുമാണ് ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇത്രയുമാണ് ഉണ്ടാവുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് ടെൻസിൽ സിലബസിൽ കാണാറില്ല. ഏതായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം പറയാം. വിൽ ഹാവ് or shall have plus been. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ബീൻ പ്ലസ് ing ഉണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീൻ പ്ലസ് ing ഉണ്ടായിരുന്നു. അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ബീൻ പ്ലസ് ing ഉണ്ടാവും. ബീൻ പ്ലസ് ing ഫോം. എക്സാമ്പിൾ ഐ ഷാൽ have been teaching English. He will have been learning grammar. ഇത്രയും ആയാൽ നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ആയി. പ്രസന്റ് ടെൻസ് 4 ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂള്, അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഗുഡ് ലക്ക്.